നിങ്ങളുടെ മുഖം ഡള്ളായി വല്ലാണ്ട് മങ്ങി തുടങ്ങിയിട്ടുണ്ടോ? ഏത് ക്രീം ഉപയോഗിച്ചാലും യാതൊരു മാറ്റവും കാണാത്ത ഒരവസ്ഥയുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇന്ന് മാർക്കറ്റിൽ എത്രമാത്രം ബ്യൂട്ടി പ്രോഡക്റ്റുകളാണുള്ളത്. എല്ലായിടത്തും ബ്രൈറ്റനിങ് ക്രീമുകൾ, ഗ്ലോയിങ് സിറംസ്, നൈറ്റ് ക്രീംസ്, അങ്ങനെ ഒരുപാട്. പക്ഷേ അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ട്യൂബിന് പോലും 300-400 രൂപ ചിലവാകും. ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമിൻ്റെ അതേ ക്വാളിറ്റിയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ക്രീം തയ്യാറാക്കാൻ സാധിച്ചാലോ? അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ആവാനായിട്ടും നിങ്ങളുടെ മുഖത്തെ പാടുകളും ഡാർക്ക് സ്പോട്ടുകളും ഒക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്ത് മുഖം നല്ല ഗ്ലോ ആവാനായിട്ടും സോഫ്റ്റ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം മെയ്ഡായിട്ടുള്ള ബ്രൈറ്റനിങ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുഖം ഇങ്ങനെ ദിവസേന മങ്ങി വരുന്നത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു 40-50 വയസ്സിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണിത്. എന്താണ് ഇതിന് കാരണം? പ്രായം കൂടുന്തോറും സ്കിൻ സെല്ലുകൾ പുതുക്കപ്പെടുന്നതിൻ്റെ വേഗത കുറയുന്നു. അതോടൊപ്പം കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നു. ഇത് പഴയതുപോലെ സ്കിൻ ടൈറ്റ് അല്ലാതാവുകയും സ്കിന്നിൻ്റെ ഒരു തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഡെഡ് സെൽസ് മുഖത്ത് അടിഞ്ഞുകൂടുന്നതാണ്. പഴയ ഡെഡ് സെൽസ് മുഖത്ത് അടിഞ്ഞുകൂടുമ്പോൾ മുഖം ഡള്ളാവുകയും മങ്ങിയതുപോലെ തോന്നുകയും ചെയ്യുന്നു. മറ്റൊന്ന് സൂര്യപ്രകാശം, UV റേസ്. ഇത് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ, ടാനിങ്, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ മുഖം വല്ലാണ്ട് ഡള്ളായി പോകാനായിട്ടും നമ്മുടെ മുഖത്തെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ മുഖം ഡള്ളായി പോകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ബ്രൈറ്റനിങ് ക്രീം. വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ ക്രീം ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമാണ്. നമുക്കൊക്കെ എല്ലായ്പ്പോഴും ആവശ്യം ചെലവ് കുറച്ച് ഫലം കൂടുതലായിരിക്കില്ലേ? അപ്പോൾ അതാണ് നമുക്ക് ഈ ക്രീം നൽകുന്നത്. അപ്പോൾ അധിക ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ ഒരു ബ്രൈറ്റനിങ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബ്രൈറ്റനിങ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങാപ്പാലാണ്. തേങ്ങ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, അല്ലേ? തേങ്ങാപ്പാൽ മുഖം നല്ല ബ്രൈറ്റ് ആക്കുകയും ടാനിങ് കുറയ്ക്കുകയും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും മുഖം സോഫ്റ്റ് ആകാനും വളരെയധികം സഹായിക്കുന്നതാണ്. സോ നമ്മുടെ ഈ ക്രീമിൽ വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്, തേങ്ങാപ്പാലാണ്. ഇനി നമ്മുടെ ഈ ക്രീമിൽ വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. അതും എല്ലായ്പ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യം തന്നെയാണ്. ചൂടാക്കാത്ത പച്ചപ്പാലാണ് നമുക്ക് ആവശ്യം. സ്കിൻ ബ്രൈറ്റ് ആകാൻ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് പാൽ. പാൽ നല്ലൊരു എക്സ്ഫോളിയൻ്റ് കൂടിയാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെയൊക്കെ നീക്കം ചെയ്ത് സ്കിൻ നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ്. നമ്മുടെ മുഖത്തെ സൺ ടാനൊക്കെ മാറ്റുവാനും മുഖം നല്ല സോഫ്റ്റ് ആകുവാനും തിളക്കമുള്ളതാകുവാനും സഹായിക്കുന്ന ഒന്നാണ് കോൺഫ്ലോർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ക്രീം തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ബൗൾ തേങ്ങാപ്പാലും അതേ അളവിൽ തന്നെ പാലും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു കാര്യം മറന്നു പോകരുത്, പാലും തേങ്ങാപ്പാലും ഒരേ അളവിൽ തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ
പാലിലേക്ക് ആഡ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ഡയറക്റ്റായിട്ട് നമ്മുടെ പാലിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും മിൽക്കിൽ അലിഞ്ഞു ചേരില്ല, കട്ടയായിട്ട് കിടക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കോൺഫ്ലോർ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സ്കിന്നിൽ ഒരു മാജിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവ മൂന്നും. സോ നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ക്രീം തരുന്നതായിരിക്കും. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. കണ്ടോ, നമ്മൾ തയ്യാറാക്കിയ ബ്രൈറ്റനിങ് ക്രീമാണിത്. നല്ല തൂവെള്ള നിറത്തിലുള്ള ക്രീമാണിത്. ഇനി 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അതിലാദ്യത്തേത് ആൽമണ്ട് ഓയിലാണ്. 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ഹൊഹോബ ഓയിലോ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തത് 1 ടീസ്പൂൺ ഗ്ലിസറിനാണ്. അതിനായിട്ട് നിങ്ങൾ വെജിറ്റബിൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുക. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ അല്ല. ഓൺലൈനിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റി മുഖം നല്ല ഈവൻ ടോൺ ആകാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. സോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടോ, വളരെ വളരെ ഇഫക്റ്റീവായ ബ്രൈറ്റനിങ് ക്രീം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തെ ഡൾനെസ് ഒക്കെ മാറ്റി മുഖം നല്ലതുപോലെ ബ്രൈറ്റനപ്പ് ആകാൻ ഈ ഒരു ക്രീം സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് കയ്യിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ടാനൊക്കെ അടിച്ച് കൈയൊക്കെ ഡള്ളായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1 മന്ത് വരെയൊക്കെ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരിത്തിരി എടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി പോകുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ബ്രൈറ്റനിങ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ നൈറ്റ് ടൈമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു കുറച്ച് എമൗണ്ട് എടുത്താൽ മതിയാകും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി പോകുന്ന ഒരു ക്രീമാണിത്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1 മന്ത് വരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വലിയ ചിലവുകളൊന്നും തന്നെയില്ല അല്ലേ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഒരു ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. സ്കിൻ കെയർ വളരെ ആവശ്യമാണ് നമുക്ക്. അപ്പോൾ അത് പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങുന്ന ക്രീം തന്നെ ആകണമെന്നില്ല. അത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പേടിയുമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. യാതൊരു കെമിക്കൽസ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടതല്ലേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ മുഖത്തും അതേപോലെ തന്നെ കൈകളിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൈകളൊക്കെ ഡള്ളായിട്ടുണ്ടെങ്കിൽ കൈകളിലും നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.